ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സോളാർ പാനലിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. വേറെ ഐറ്റമാണ് ഇത്. കോർഡ്ലെസ് ഡ്രില്ലിംഗ് മെഷീൻ, ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 12 വോൾട്ട് ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ട് നടക്കും. അപ്പോൾ നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പുറമേ തന്നെ നമുക്ക് മെഷീനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു വിശ്വാസം ഇതിനകത്തുണ്ട്. 12 വോൾട്ട് ലിഥിയം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കയ്യിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം 12 വോൾട്ട് ലിഥിയത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം ഹാർഡാണ് അതിൻ്റെ ബോഡിയെല്ലാം, എങ്കിലും ലൈറ്റ് വെയിറ്റ് ആണ്. 10 mm 12 ബിറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് സ്പീഡ് വേരിയേഷൻ അത് ചെയ്യാം. ചാർജിങ് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് ഫോർവേഡ് റിവേഴ്സ് ബട്ടണാണ്. സെൻട്രൽ സ്റ്റോപ്പ് ബട്ടണുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ സ്പീഡ് വേരിയേഷൻ ചെയ്യാം. 2 സ്റ്റെപ്പായിട്ട് നമുക്ക് സ്പീഡ് വേരിയേഷൻ ചെയ്യാം. ഹാഫ് കൊടുത്താൽ ഒരു സ്പീഡും ഫുള്ള് കൊടുത്താൽ മാക്സിമം സ്പീഡും. LED ടോർച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നൈറ്റ് ചെയ്യുന്ന വർക്കൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം ഡ്രില്ലിംഗ് മെഷീനിൽ ഉള്ളതൊക്കെയാണ്. പിന്നെ വരുന്നത് നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ സോക്കറ്റ്. ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ സോക്കറ്റിൽ തന്നെ നമുക്ക് ഇതിലിടാൻ പറ്റുന്ന അത്യാവശ്യം സ്ക്രൂ ഡ്രൈവർ കിറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ ലഭ്യമാണ്. സ്റ്റാർ മൈനസ് പിന്നെ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ അത്യാവശ്യം എണ്ണം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റാറിൻ്റെ ഒരെണ്ണം ഇട്ട് നോക്കാം. ഈസി ടു ഇൻസ്റ്റാളാണ്. വെറുതെ കയറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പം അത് ഡ്രില്ലിംഗ് മെഷീൻ്റെ അകത്തേക്ക് നമുക്ക് ഇടാം. അതിനായിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ സാധാരണ ഇടുന്ന പോലെ തന്നെ ഇട്ടിട്ട് ഒന്ന് കൈ പിടിച്ച് കറക്കി കഴിയുമ്പോഴത്തേക്ക് അത് ലോക്കായി. അത് ഞാൻ ചെറിയ രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടുള്ളൂ. നമുക്ക് ചെറിയ രീതിയിൽ കറക്കി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രൂ ഡ്രൈവറിൻ്റെ അഴിക്കുന്ന സ്പീഡ് 2 സെക്കൻഡ് സ്പീഡ്, നല്ല സ്പീഡിൽ. അപ്പോൾ ഇത് ലൂസായിട്ടുണ്ട്. നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഉപയോഗമുള്ള സാധനമാണ്. നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് ഊരിയെടുക്കാം. അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഹാർഡ് സർഫസ് നമുക്കൊന്ന് ഡ്രിൽ ചെയ്ത് നോക്കണം. ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച 2 ബിറ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന ഒരു ബിറ്റിൽ ഒരെണ്ണമാണ് ചെറുത്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള സർഫസായ മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രിൽ ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ്, അതായത് ചാർജിങ് എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ ഫുൾ ചാർജാണ്. ഫുൾ ചാർജ് ഇട്ടിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി. ഇത് ഞാൻ സോളാർ പാനലിന് വേണ്ടി വാങ്ങിച്ചപ്പം മിച്ചം വന്ന ഒരു സ്ക്വയർ പൈപ്പാണ്. ഈ സ്ക്വയർ പൈപ്പ് വരുന്നത് 16 ഗേജിൻ്റെ സ്ക്വയർ പൈപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് ഡ്രില്ല് ചെയ്ത് നോക്കാം. ഡ്രില്ല് ചെയ്ത് കിഴിയോ ഇല്ലയോ എന്നുള്ളത്. കറണ്ടെ കുത്തി ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ്റെ അത്രയും പവർ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. അപ്പം വളരെ സ്ലൈറ്റ്ലിയാണ് ഞാനിപ്പം വർക്ക് ചെയ്യിക്കുന്നത്. ഡ്രില്ല് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ഡ്രില്ല് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് അത്യാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഡ്രില്ല് ചെയ്ത് കിട്ടും. അതിൽ ലോഡ് കൊടുക്കാത്ത പരുവത്തിൽ. ഇപ്പം അത്യാവശ്യം നല്ലപോലെ നീറ്റായിട്ട് തന്നെ ഡ്രില്ല് ചെയ്ത് കിട്ടി. അതിൽ നേരെ ഒന്നും എടുത്തില്ല. ഇതുണ്ടോ, നല്ല നീറ്റാണ്. ഞാൻ അധികം ബലം കൊടുക്കാത്തതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് ഡ്രില്ല് ചെയ്തത്. ബിറ്റിനൊന്നും കുഴപ്പമില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.